ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. അപ്പോൾ ഞാനൊന്ന് റെഡി ആയി നിൽക്കുകയാണ്. ഞാനും എൻ്റെ നാത്തൂനും എൻ്റെ പിള്ളേരും മാത്രമായിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങളെ കൊണ്ടുപോകാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് വഴിയിൽ. ചേട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പോവാന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, ചേട്ടൻ പറഞ്ഞു നീ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട, ഗഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ചാന്തും പറഞ്ഞു ചേച്ചി നമുക്ക് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും ആ പാട്ട് തിയേറ്ററിൽ വന്നപ്പോഴേ അച്ഛനാണ് ഞങ്ങളെ തൊര കാണിച്ച് ദേവരെ കാണിക്കാൻ കൊണ്ട്. എന്നിട്ട് ആ പാട്ടാടപ്പോ നിങ്ങൾ ഇവിടെ പോയിട്ട് സിനിമ ദേവര അതെപ്പ ഇറങ്ങിയതാ അവിടെ കണ്ണേ പറഞ്ഞു ദേവര സൂപ്പർ സിനിമയാണ്, ദേവരെ കാണാൻ പോണം, എല്ലാവരും ഉണ്ട്, ഹൗസ്ഫുള്ളാണ് അങ്ങനൊക്കെ പറഞ്ഞു കൊണ്ടുപോയി. വേറെ സിനിമ സിജി കണ്ണനിങ്ങനെ കാശിക്കുട്ടന് ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴാണ് ഓട്ടോയിലൊക്കെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ആൾ ആ സൈഡിൽ നിൽക്കത്തുള്ളൂ ഓട്ടോയുടെ. പിന്നെ അതിൻ്റെ ഹോണടിയും ബാക്കിയുള്ള വണ്ടികളും ഒക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് എൻജോയ് ചെയ്ത് ശരിക്കും കാശി റൈഡിന് പോണ പോലെയാണ് ഓട്ടോയിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവള് പറയും, ചാന്തു പറയായിരുന്നു ചേച്ചി മേക്കപ്പ് കഴുത്തിൽ കൂടെ ഇടണം കേട്ടോ, മുഖത്തിടുമ്പോഴും കഴുത്തിൽ ഒരുപോലെ ഇടണം, രണ്ട് കളറായിട്ട് നിൽക്കുന്ന കാർഡില് അതുപോലെ ചെയ്തോളൂ. എനിക്കിങ്ങനെ ടിപ്സൊക്കെ കുറേ ചാന്തു പറഞ്ഞു തരും കേട്ടോ, ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആളെനിക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മളപ്പോൾ പോണത് വൈമാളിക്കാണ് കേട്ടോ. നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് വൈമാളാണ്. അവിടെ ആകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, അതായത് നമുക്ക് ഷോപ്പിംഗ് വേണമെങ്കിൽ ആവാം, ഫുഡ് കഴിക്കണമെങ്കിൽ ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങൾ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് മുമ്പാണ് കേട്ടോ ഇവിടേക്ക് പോയത്. വീഡിയോ കുറച്ച് ലാഗാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഓരോ സ്റ്റെപ്പായിട്ട് കയറുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ കാഴ്ച കണ്ടിട്ട് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു കേട്ടോ കാശിക്കുട്ടന്. എന്താ പറയുക, ചേട്ടന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ പേടിയുണ്ട്. സ്നോമാൻ പറഞ്ഞ എന്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ ട്രീസും അതേപോലെ തന്നെ കേക്ക്സും വൈന് അതൊക്കെ പല ടൈപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിനോടൊന്നും വലിയൊരു പ്രാധാന്യം ഞാൻ കൊടുക്കാറില്ല. അതായത് എന്തുകൊണ്ടാണ് ക്രിസ്മസ് നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ക്രിസ്മസിന് നമ്മൾ കൂടൊരുക്കും, സ്റ്റാർ ഇടും, അങ്ങനല്ലാതെ എന്താ പറയുക, അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് നോക്കിയപ്പോൾ കുറേ ഹെയർ ബാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാറുവിന് ഞാൻ റീസെൻ്റായിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനൊന്നും മേടിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇവൾക്കാണെങ്കിൽ എന്താ പറയുക, ഈ സാധനങ്ങളൊക്കെ എന്തിനാന്നുള്ളത് പെട്ടെന്ന് അറിയാം. എനിക്കാണെങ്കിൽ ബോധമില്ലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഇയാളാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന കൂട്ടത്തില്ല. ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചാന്തൂരുള്ളത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ അപ്പം ഗൂഗിളിൽ നോക്കി അത് ക്ലീൻ ആക്കും. നമ്മളിങ്ങനെ വായെന്ന് പറഞ്ഞ് നോക്കിക്കും അതെന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്.
പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു പോയതിൽ പിന്നെ ശാന്ത് പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല. അതായത് നമ്മളെ വീട്ടിലേക്ക് എല്ലാ സാറ്റർഡേയും നമ്മളെ വീട്ടിലേക്ക് വരും, മൺഡേ തിരിച്ച് അങ്ങോട്ട് പോകും, അങ്ങനെയാണ്. പിന്നെ അതല്ലാണ്ട് പുറത്ത് ഒട്ടും പോയിട്ടില്ല. അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു അവളൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന്. ആ ഒരു മെയിൻ അതായിരുന്നു കാര്യം. അതായത് ഇവരെപ്പോഴും വൈമാളി തന്നെയാണ് സഞ്ജുവും ശാന്തും, സഞ്ജു ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം എന്താ പറയുക, നമ്മളെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാം, കുറച്ചൊന്ന് ചില്ലടിക്കാം, ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അങ്ങനെ വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ഞങ്ങളപ്പോൾ ബർഗറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് സഞ്ജു എപ്പോഴും ഇവിടെ വൈമാളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എപ്പോഴും ഒരു ബർഗർ മേടിക്കാറുണ്ട്. ആ ഒരു ഗസ്റ്റിങ്ങിലാണ് ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഹായ് ബർണി, ഗൈസ്, പണ്ട് എൻ്റെ അനിയനെ എനിക്കൊരു ബർഗർ മേടിച്ചെന്നൊരു ഓർമ്മയിൽ ഞാൻ ബർഗർ കഴിക്കാനിരിക്കുകയാണ്. ഏതോ ഒരു ബർഗർ ഇത് ഡ്രൈ ആയിരിക്കും, അത് ചീസ് ഡ്രൈ ആയിരിക്കും. ഞങ്ങൾ ഒരേപോലത്തെ 3 പറഞ്ഞത് കേട്ടോ. അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ഫലൂദ എനിക്കിഷ്ടമാണ് കൊടുത്തത്, പക്ഷെ പാറു സീനായതുകൊണ്ട് ഐസ്ക്രീം ഐറ്റംസ് പറ്റില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് മറ്റേ സാധനം ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ വേഫറിന് ഒന്ന് ട്രൈ ചെയ്യാം. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, സ്റ്റിൽ വെയിറ്റിംഗ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് കോർട്ടിൽ. അപ്പോൾ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ ബെല്ലടിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും സഞ്ജു ഉണ്ടെങ്കിൽ സഞ്ജുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഒരു പക്ഷേ ചേട്ടനേക്കാൾ കൂടുതൽ എനിക്ക് സഞ്ജുവിനെ മിസ് ചെയ്തു കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. ലെമൺ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഈ ഒരു സാധനം അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ ചിക്കൻ പീസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ഇത് മാത്രം മേടിച്ചാൽ മതിയായിരുന്നു, ബർഗർ മേടിക്കേണ്ടിയിരുന്നില്ല എന്ന്. കാരണം വിശപ്പ് മാറാൻ തരത്തിലുള്ള അത്രയും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ബർഗർ മേടിച്ചത് ചീസ് ബർഗർ മേടിച്ചത്. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ സഞ്ജു ഇവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, വൈമാളി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ സഞ്ജുവിനെ വിളിച്ചിട്ട് പറയും, സഞ്ജു പ്ലീസ് എനിക്ക് ബർഗർ മേടിച്ചിട്ട് പറയുമ്പോൾ അവൻ വാങ്ങിച്ചിട്ട് വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചാന്തുനായിട്ട് വന്നതും സഞ്ജുവിനോട് ഫുഡ് മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. അന്നും ഏട്ടൻ ഉണ്ടായിരുന്നില്ല. പിന്നെ പാറുട്ടൻ്റെ ഒരു ബർഗർ മേടിച്ചു. പാറുവിൻ്റെ ബർഗർ എനിക്കറിയാം വേസ്റ്റ് ആവും എന്നറിയാം, പക്ഷെ ബർഗർ മേടിച്ചില്ലെങ്കിൽ പിന്നെ തല്ല് കൊള്ളി ഫുള്ള് തല്ലുകൊടുത്തരായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ബർഗർ മേടിച്ചത്. അപ്പോൾ ലെമൺ ജ്യൂസ് ആയിരുന്നു, നല്ല എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസായിരുന്നു. നമ്മൾ ചിക്കൻ ഇട്ടുതരാം. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണം. മുളകലിടി അപ്പോൾ ഏകദേശം കാര്യത്തിൽ തീരുമാനമായി. എനിക്കിങ്ങനെ ബാക്കി കുറച്ചൊക്കെ ആയാലും വെക്കാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷൻ. പാറുവിൻ്റെ ബർഗർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കാശിക്കുട്ട പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കും. ഞാൻ ആ ബെന്നും ചിക്കൻ പീസൊക്കെയാണ് ഇട്ട് കൊടുത്തത്. മയോണൈസൊന്നും ടച്ച് ചെയ്യാണ്ട്, ചീസൊന്നും കൊടുക്കാണ്ട് അങ്ങനെ ഞാൻ കാശിക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ബാക്കി വന്ന ബർഗറിൻ്റെ ഞാൻ എന്താ വെച്ചാൽ പൊതിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി. അത് കളയാൻ എനിക്ക് തോന്നിയില്ല. ഇതിങ്ങനെയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ എന്നെ നിതീഷേട്ടൻ എപ്പോഴും ചിത്രം സാറിൽ എനിക്ക് കഴിക്കാൻ പറ്റുന്ന കഴിച്ചാൽ മതി, ബാക്കി അവിടെ ഇടുന്നു പറയും. പക്ഷേ എനിക്ക് ഭയങ്കര വിഷപ്പാട് കൈസ് അതിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ അത് പൊതിഞ്ഞെടുത്തിട്ട് വീട്ടിലേക്ക് പോന്നു. ഇനിയും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്. ഞാൻ എത്ര പ്രാവശ്യം വൈമാളിക്ക് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അതറിയത്തില്ല. അത്രയും പ്രാവശ്യം ഞങ്ങൾ വൈമാളി വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ പിള്ളേരെ ഇവിടേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചുമയുണ്ട് ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചാന്തുവിൻ്റെ കയ്യിലാണ് 2 പേരും കേട്ടോ. എന്തായാലും ഇവിടെ കയറ്റാ ചേച്ചിന്ന് നമ്മളെന്നോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു എമൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കാർഡ് തരും. ഓരോ എന്താ പറയുക കളിക്കുന്ന സാധനത്തിൻ്റെ എത്തുമ്പോഴും നമ്മൾ ആ കാർഡ് കാണിക്കുക. അതിനനുസരിച്ച് ഇങ്ങനെ പൈസ ഇങ്ങനെ മൈനസ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. 600 സംതിങ് അല്ലല്ല 1000 സംതിങ് എങ്ങാണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം ഇവൾക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞു. അതായത് ഈ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി നിന്നിട്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു.
പതുക്കെ പതുക്കെ. അതുപോലെ തന്നെ കുറേ കാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാറുണ്ടായിരുന്നു, ജീപ്പ് ഉണ്ടായിരുന്നു. പാറൂസ് കയറിയിരിക്കുമ്പോൾ കാശുകൂട്ടൻ സമ്മതിക്കില്ല. കാശുകൂട്ടനാണെങ്കിൽ ഡ്രൈവ് ചെയ്യാനിരിക്കണം. അങ്ങനെ കുറേ തൊന്തരമായിരുന്നു. പിന്നെ ഉണ്ണികളെടുത്ത് പാറു ഭയങ്കര അഡ്ജസ്റ്റബിളാണ്. അവർക്ക് വേണ്ടി അവൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പിന്നെ വലിയ തൊന്തരവ് ഉണ്ടായിരുന്നില്ല. അവൻ വരുമ്പോൾ അവളിങ്ങനെ എണീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാശിക്കുട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എത്രയോ രൂപയെങ്ങാണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടുത്തെ എല്ലാത്തിനും കയറണമെങ്കിൽ 2500 അങ്ങാണ്ട് നമ്മൾ പേ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അത്രയും കണ്ട് നമ്മൾ പേ ചെയ്യണം. ഇനി എക്സ്ട്രാ നമ്മുടെ കയ്യിലുള്ള പൈസ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വേറെ കയറണമെങ്കിൽ എക്സ്ട്രാ അവിടെ വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പാറും എന്താ പറയുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് പറയാം. കാശിക്കുട്ടനും അതെ കേട്ടോ, നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. എനിക്കിപ്പോൾ ചാന്തമാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അവളൊക്കെ അത് നല്ല രീതിയിൽ പറയാണ്ട് തന്നെ എൻ്റെ ഫോണൊക്കെ തട്ടി വാങ്ങിച്ച് അതൊക്കെ എടുത്തു തന്നോളും, എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നോളും. പിന്നെ ഡ്രൈവ് ചെയ്യേണ്ട സംഭവങ്ങൾ അതൊന്നും പ്രോപ്പറായിട്ട് പാറൂസിന് അറിയില്ല. അപ്പം ഞാനാണ് കളിക്കുന്നതെന്ന് പറയാം. പാറു ഇരിക്കുന്നതേ ഉള്ളൂ, കളിക്കുന്ന ആൾ ഞാനാണ് ഗൈസ്. ഒട്ടുമിക്ക ആൾക്ക് കുറേ പിള്ളേരുണ്ട് ഇവിടെ. പിന്നെ ജസ്റ്റ് ഒരു കോർണറിൽ കുട്ടികൾക്ക് മാത്രമായിട്ട് കളിക്കാൻ പറ്റുന്ന, അതായത് കുട്ടികൾക്ക് മാത്രം എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പേരൻസിന് കയറാൻ പറ്റില്ല. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബോൾസും കാര്യങ്ങളും ചാടിക്കളിക്കാനുള്ള കുറേ ഏരിയയൊക്കെ ഉണ്ട്. പക്ഷേ പാറുട്ടൻ എനിക്ക് അവിടേക്ക് വിടാൻ വേണ്ടി പേടിയായി. വേറൊന്നുമില്ല, തൊട്ടേനും പിടിച്ചതിന് കരയുടെ ആളാണ്. കുറേ പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ട്. ഒരാളെ കൈ തട്ടി ഒരാളെ കാല് മുട്ടിയെന്നങ്ങനെ പറഞ്ഞാൽ ആളവിടെ കിടന്ന് കരച്ചില്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ വിട്ടില്ല അവളെ. കുറച്ചും കൂടെ ആയിട്ട് അവളൊന്ന് വിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതിൽ കയറണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ ഇങ്ങനെ തിരിച്ചോണം കറങ്ങിക്കൊണ്ടോണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാല് റൈഡിന് പോകേണ്ട സംഭവമുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു സാധനം ഞാൻ കണ്ടത്. എനിക്ക് ആദ്യം ടെൻഷനായിരുന്നു പാർക്കിൽ കയറ്റത്. പിന്നെ ഓക്കെ, എനിക്ക് ഇവർ ടൂറ് പോയ സമയത്ത് കുറേ റൈഡിന് കയറി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ചോദിച്ചു. പക്ഷേ ആള് അടിപൊളിയായിട്ട് ഇരുന്നുണ്ടോ. കാശിനെ തൊട്ട് എനിക്ക് ഇരിക്കാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ ചിലപ്പോൾ കാശി പേടിച്ചിട്ട് എഴുതിയിട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അവർ നിർത്തിയില്ല.
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ എന്താ പറയുക, ഇത്രയും നേരം ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് പിള്ളേരെ അവനൊന്ന് ഹാൻഡിൽ ചെയ്യണം, ഒന്നിങ്ങനെ എടുത്ത് നടക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഏട്ടനുണ്ടെങ്കിൽ ഞാൻ കാശിന് എടുക്കുന്നതേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഫുൾ ടൈം ഏട്ടൻ്റെ കയ്യിലായിരിക്കും അവൻ ഉണ്ടായിരിക്കുക. എനിക്ക് എടുക്കേണ്ടി വരാറില്ല. പക്ഷേ കാശിന് ഏട്ടനില്ലെങ്കിൽ ഫുൾ ടൈം എൻ്റെ അടുത്തായിരിക്കും. കാശി വേറെ ആരെങ്കിലും പോവില്ല, ഏട്ടൻ്റെക്കലും എൻ്റെക്കലും മാത്രം കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ഈ ഒരു ഗൺ പോലത്തെ ഒരു സാധനം വെള്ളമാണ് ഇതിന് വരാം കേട്ടോ. നല്ല ഗെയിമായിരുന്നു. പക്ഷേ കാശിക്കുട്ടനാണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ എനിക്ക് അതിനുള്ളിൽ കയറിയിരുന്ന് കളിക്കാൻ തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ. പിന്നെ കുറേ ബൈക്കും കാറും അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും കയറണമെന്ന് ആൾ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാശിക്ക് ഇപ്പോഴത്തെ കുതിരയുടെ മേലെ കയറാനുള്ള വാശിയാണ് കേട്ടോ. എന്നെ ഇങ്ങനെ ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇറങ്ങാറായോ എന്ന് വെച്ചിട്ട്. കാരണം ഞങ്ങൾ പോയത് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇരുട്ടല്ലേ. പിന്നെ ചാന്തു ആണെങ്കിൽ എൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്, നല്ല ആളെ കൂടെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏട്ടന് നല്ല ബോധമുണ്ട്, എൻ്റെ നല്ല വിശ്വാസമാണ് ഏട്ടന്. ഞാനാണെങ്കിൽ ഭൂലോകം വണ്ടിയാണ്. പക്ഷെ കൂടെ ഉള്ള ചാന്തു അത്ര വലിയ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം കളി ഗംഭീരമായി നടക്കുന്നുണ്ട്. കാശിക്കുട്ട, അത് കാശിക്കില്ലേ വാശി പാറൂസേ? അതെ വന്നു പാറു. ഇവിടുന്ന് ഇറങ്ങാൻ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പാറൂസിന് കെടുന്നൊക്കെ കരയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. സൂപ്പർ മാർക്കറ്റിൽ അമ്മ നമുക്കൊരു കിൻഡൽ കണക്കിന് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്കും മേടിക്കാനുണ്ടായിരുന്നു. അല്ലാതെ ചില്ലറ സാധനങ്ങളും നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വരുമ്പോൾ തന്നെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ലിസ്റ്റ് ഇടുന്ന പരിപാടിയില്ല. അപ്പോൾ ചാന്ത് ഫോണിൽ സെർച്ച് ചെയ്യാണ് എന്തുട്ടാണെന്നുള്ളത്. നമ്മളെപ്പോൾ വൈമാളിക്ക് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്ന 2 കാര്യമാണ്, മക്കളെ ആട്ടപ്പൊടി ഓഫറിനുണ്ടോ നോക്കണേ, ഒലീവ് ഓയിൽ ഓഫറുണ്ടോ നോക്കണേ. അങ്ങനെയായിരുന്നു. ഒലീവ് ഓയിൽ ഇപ്രാവശ്യം ഓഫർ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാനത് മേടിച്ചു. കാശിക്കൂട്ടന് ഇതിൻ്റെ ഇരിക്കേണ്ട സ്ഥലത്ത്, ഇപ്പോൾ നിങ്ങൾ എനിക്ക് കൊച്ചിന് ഇതിൻ്റെ കൊട്ടയിലിരുത്തിരിക്കുന്നതെന്ന്, അതിൻ്റെ ഇരിക്കേണ്ട സ്ഥലത്ത് ഇവന് ഇരിക്കേണ്ട ഗൈസ്, ഇവന് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ വീട് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവർ ഭയങ്കര വാശിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടേ. കാരണം പാറു മിഠായി വേണമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് കരച്ചിൽ, കാശിക്കൂട്ടൻ എടുക്കണം എന്ന് പറഞ്ഞ കരച്ചിൽ. അയ്യോ പോലെയായിട്ട്. അപ്പോൾ കോലുമിഠായി മേടിക്കുകയാണ് വാശിയൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ അവളെന്തോ നമ്മുടെ പളുങ്ക് പോലത്തെ മറ്റേ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ പളുങ്ക് പോലത്തെ പൊട്ടിക്കുന്നത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം മേടിച്ചു. അപ്പോൾ പാർട്ടിനൊരു കിൻഡർ ജോയും ഇവനൊരു കോലുമിഠായും കൊടുത്തു. കോലുമിഠായൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ട് മേടിക്കേണ്ട സാധനങ്ങൾ, അതും സ്നഗ്ഗി മേടിച്ചത് തെറ്റിപ്പോയി. സ്നഗ്ഗി മേടിച്ചത് ന്യൂ ബോൺസിൻ്റെ എന്താ പറയുക ഒട്ടിക്കുന്ന സൈസാണ് മേടിച്ചത് കേട്ടോ. അതും കറക്റ്റായിട്ട് നോക്കാണ്ട്. പക്ഷെ അതൊക്കെ ചേട്ടന്മാരില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നോക്കും. ഞാൻ എന്ത് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചും മറിച്ചിട്ട് ചേട്ടനൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. ഞാനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, കണ്ടൊക്കെ എടുത്ത് വാങ്ങി. പിന്നെ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പിന്നെ ഉള്ളി, സവാള, അങ്ങനത്തെ കുറേ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. കാശിക്കൂട്ടനെ നിങ്ങൾ കണ്ടോ ഗൈസ്? നമ്മൾ എന്താ പറയുക ബില്ലിങ് സെക്ഷൻ ആയപ്പോഴത്തേനും ഇവൻ്റെ കോല ആകെ ഇങ്ങനെ ബില്ലടിക്കുന്നിടത്തൊക്കെ തിരക്ക്. ഒരു 6 o'clock ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആൾക്കാർ സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഡെയിലി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഇവിടെ തന്നെ സാധനങ്ങൾ എപ്പോഴും മേടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് മേടിച്ചത്, പിന്നെ ഈന്തപ്പഴം നമ്മളൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഓഫറിന് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ മേടിച്ചത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഫേവറേറ്റ് ആയിട്ട് മേടിച്ചത് ചക്കലുവ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പൊട്ടിച്ചപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ആദ്യം മേടിച്ചൊരു ടേസ്റ്റിൽ ഇപ്പോൾ മേടിച്ചതിന് 2 നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി അങ്ങനെ അല്ലറ ചില്ലറ നല്ല രീതിയിൽ നമ്മൾ പൈസ പൊട്ടിച്ചു എന്ന് തന്നെ പറയും. കുറേ നേരം ബില്ലിങ് സെക്ഷനിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ നല്ല പോസ്റ്റായിരുന്നു.
ഞാനിവിടെ ഈ ഒരു ട്രോളിയും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു. ഈ നമ്മുടെ ബാക്കിലുള്ള ആൾക്കാർ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് പോയിക്കൊണ്ടിരുന്നു. അതാണ് പറഞ്ഞത്, കയ്യൂക്കുള്ളവർക്ക് കാര്യക്കാരൻ. കേട്ടില്ല, കയ്യൂക്കുള്ളൂ കാര്യക്കാരൻ. പിന്നെ ഞാനത് മൊത്തം കയറ്റി വെച്ചു. ബില്ലടിക്കാനൊരു സമയമായി. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് ഫേസൊക്കെ ഇവൻ്റെ വാഷ് ചെയ്ത് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അതിനും സമയത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇരുട്ട് പുറത്തുണ്ടായിരുന്നില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല. എനിക്ക് സത്യം പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് വരുന്ന സംസാരിക്കുമ്പോൾ ഒക്കെ ഉള്ള വീഡിയോ എടുക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം അവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സ്ക്രീനിന് വന്ന പ്രശ്നമുള്ള ആൾക്കാരാണെന്നൊന്നും അറിയില്ലല്ലോ. ചിലർ നമ്മളോട് പറയും അയ്യോ കാണിക്കരുതിട്ടാന്ന് പറയും. അപ്പോൾ അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറേ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കാറില്ല. പിന്നെ ചിലർ ചോദിക്കും ഞങ്ങളെ കാണിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ അവരിടും. നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും ഞങ്ങൾ പപ്പട കണക്കിനായി. കാരണം പിള്ളേരെ കൊണ്ട് അവശത ഏതെന്നെ പറയാം. നമ്മൾ ഒറ്റയ്ക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം. പക്ഷെ ഇവർ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോൾ പാറു അതെ കാശിക്കൂട്ടൻ നല്ല വാശിയായിരുന്നു, നല്ല അസല് വാശിയായിരുന്നു. അങ്ങനെ നമ്മളിത് വീടെത്തിയപ്പോഴത്തേനും പാറൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കത്തിൻ്റെ വാശി എല്ലാതും കൂടിയായിരുന്നു. അച്ഛൻ ദേ അവളെ പീഡിച്ച് വലിച്ച് ദേ അകത്തേക്ക് കയറ്റാണ്. കാശിക്കുട്ടന് ഉറക്കത്തിൻ്റെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞാണ് എത്തിയത് ഗൈസ്. അപ്പോൾ നമ്മൾ വീടെത്തി. വീട് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കപ്പ് നൂഡിൽസ് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായില്ലത്. ഇത് വലിയ കുഴപ്പം എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മളെത്തി. എനിക്ക് കാളമുറിയിൽ കൂടെ നമ്മുടെ സൂചി നൂലിലും കൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് വിളിച്ച് ചോദിക്കാന്ന് തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു നീ വരണ്ട, അവളുടെ സ്റ്റാഫുകളൊക്കെ ഒന്ന് ലീവാണ്. അപ്പോൾ വെഡിങ് വർക്കുകളൊക്കെ കുറെ പെൻഡിങ് ആണ്, അതുകൊണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോഴത്തേനും ശാന്തുവിൻ്റെ അമ്മയും അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് കൊണ്ടുതരാൻ വന്നത്. അതല്ല ഞങ്ങൾ വരുമ്പോഴത്തേനും വരുന്ന വഴി ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. എന്നെ ട്രോളാൻ മാത്രം ഇവിടെ ഒരു കിസാങ്കണ്ണൻ മാത്രം പറയുള്ളൂ, വേറെ എന്ത് വേണം ഗൈസ്. അപ്പൊ അതേ നാത്തൂനായിട്ട് സന്തോഷായില്ലേ? കുഴപ്പമില്ല. പിന്നെ എന്തിട്ടാണ് ഗ്ലാസ് വാങ്ങിച്ചു. അവനെന്താ ഗ്ലാസ് മേടിച്ചു. അപ്പൊ നമ്മള് ഇന്ന് നാത്തൂനായിട്ടൊരു ഔട്ടിങ് ആണ്. നാത്തൂനായിട്ട് റെസ്റ്റ് എടുത്തോട്ടെ അച്ഛപ്പ. എങ്ങനെയുണ്ടായിരുന്നു ചാന്തു? നീ ഹാപ്പി അല്ലേ നാത്തൂന്റെ കൂടെ വന്നിട്ട്? മനസ്സും ശരീരവും. അപ്പൊ നാത്തൂനായിട്ട് ഒരു ഔട്ടിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നാത്തൂനും ഹാപ്പി, ഞാനും ഹാപ്പി. ഞാൻ ആദ്യമായിട്ട് ഏട്ടനില്ലാണ്ട് അല്ലെങ്കിൽ ആണുങ്ങൾ ആരും ഇല്ലാണ്ട് ഇങ്ങനെ മാളിക്ക് അവിടേക്കൊക്കെ പോണത്. എനിക്ക് ഞങ്ങൾക്കെല്ലാം കൊണ്ട് നല്ലതായിരുന്നു ഇങ്ങനത്തെ ഓരോരോ. എനിക്കറിയായിരുന്നു ഒത്തിരി പാടായിരിക്കുന്നു. കാരണം ഒന്നാമത് വീഡിയോ കൊടുക്കുന്നുണ്ട്, രണ്ടുപേരുടെ കയ്യിൽ, എൻ്റെ കയ്യിലുണ്ട് അവളയിലുണ്ട്. കാശിയാണെങ്കിൽ ആരെങ്കിലും പോവില്ല. പാറൂനാണെങ്കിൽ അച്ഛനൊന്നും ഇല്ലാത്തതിൻ്റെ വാശി അതാണ്. അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഇതുപോലെ വാശി പിടിക്കില്ല പേടിച്ചിട്ട്. ഇതിപ്പോൾ പേടിക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര വാശി. ആ ഗെയിം സെക്ഷൻ്റെ അവിടെ ഇടുന്നിട്ട് തിരിച്ചു പോരുന്ന നേരത്ത് നമ്മ സിനിമയിലൊക്കെ കാണുന്ന പോലെ നിലത്തിരുന്ന് ഇങ്ങനെ പെട്ടക്കിന് ഇടുന്നിട്ട് അവിടെ വേറെ അച്ഛനാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവനങ്ങനെ ചെയ്യില്ല, അവളങ്ങനെ ചെയ്യില്ല പേടിച്ചിട്ട്. ഇനി കൊണ്ടുപോവില്ല, ഇനി അച്ഛനും ആരുമില്ലാണ്ട് ആണുങ്ങളാരും കൊണ്ടുപോവില്ല, നിർത്തി. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങളും പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും കീത്തു എന്ന് പറഞ്ഞു. ചാന്തു ഹാപ്പി അല്ലേടാ? അടിപൊളിയല്ലേ? 2000 രൂപ ഷോപ്പിങ്ങിന് ഞങ്ങൾ 6000 രൂപയ്ക്ക് ആയുർവേദ ചികിത്സക്ക് പോകണ്ട പിള്ളേരെ മേടിച്ചിട്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.